ലാൽസലാം മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ പിറവിയെടുക്കുകയാണ്. അതെ, രാജാവിൻ്റെ മകൾ, അതെ വിസ്മയ മോഹൻലാൽ ഇതാ കേരള ബോക്സ് ഓഫീസ് തൂക്കി അടിക്കുന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഞായറാഴ്ചയും റെക്കോർഡ് കളക്ഷനാണ് വിസ്മയുടെ ആദ്യ ചിത്രമായ തുടക്കം നേടിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഇന്ന് ഇതുവരെ മോർണിംഗ് 10:30 വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,82,00,000 രൂപ സിനിമ ട്രാക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നു. 1,04,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്ന് ട്രാക്കീസ് കണക്കുകൾ എഴുതുമ്പോൾ 32% മോർണിംഗ് ഒക്യുപ്പൻസിയിൽ സിനിമ കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇപ്പോൾ തന്നെ സിനിമ 2 കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2,60,00,000 രൂപ നേടിയ ചിത്രം മൂന്നാം ദിനം മോർണിംഗ് സെക്ഷനിൽ അതിനോട് അടുത്ത് നിൽക്കുമ്പോൾ ഇന്ന് ഈവനിങ് ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 4 കോടി തൊട്ട് 5 കോടിക്കിടയിലുള്ള കളക്ഷനാണ്. ഒരുപക്ഷെ മുകളിലേക്കും പോകാം. കാരണം ഇന്നലെ വൈകുന്നേരം എറണാകുളം കവിതയിലേക്ക് തിരക്ക് കാണുമ്പോൾ നമുക്ക് തോന്നിയത് അത് തന്നെയാണ്. ഹൗസ്ഫുൾ ഷോസിൻ്റെ പെരുമഴ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു സൂപ്പർ താര ചിത്രമോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് മോഹൻലാൽ വന്നു പോകുന്നു എന്നതും മാത്രമാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടെ വേറെ ഒരു താരത്തിൻ്റെയും ആവശ്യമില്ല. വിസ്മയ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഷോ സ്റ്റീൽ ചെയ്തിരിക്കുന്നു. അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്, ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ, മനോഹരമായ ചിത്രം ജൂഡ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനി സിനിമയുടെ കുറച്ച് കളക്ഷൻ റിപ്പോർട്ടുകൾ ഇന്നലത്തെയും മിനിങ്ങാന്നത്തെയും ഒക്കെ ആയിട്ടൊന്ന് നോക്കാം. എന്താണെന്നും റീസെയിലിലൂടെ സിനിമ ഇന്നും നേടിയത് 1.5 കോടിക്ക് മുകളിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ്. ആദ്യ ദിനം 77,00,000 രൂപ നേടിയ ചിത്രത്തിന് രണ്ടാം ദിനം 1,09,00,000 രൂപയാണെങ്കിൽ ഇന്ന് 1,60,00,000 രൂപയ്ക്ക് അടുത്തെത്താൻ കഴിഞ്ഞു. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയതായി പുറത്തു വരുന്ന ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ 2,62,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 40,00,000 രൂപ സിനിമ നേടിയെന്ന് പറയുമ്പോൾ 3,02,00,000 രൂപയാണ് ഇന്ത്യ ടോട്ടലായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം ദിനം കേരളത്തിൽ നിന്ന് 3,60,00,000 രൂപ നേടിയ ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60,00,000 രൂപ നേടി. അങ്ങനെ 4,20,00,000 രൂപ നേടി. അങ്ങനെ ഇന്ത്യ കളക്ഷൻ മാത്രമേ 7,20,00,000 രൂപയ്ക്ക് മുകളിലാണ് വന്നത്. അതായത് 3 ദിനം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള രീതിയിലേക്ക് ആവുകയാണ്. ഇന്ത്യ കളക്ഷൻ ഇന്നോടെ 12 കോടി കടക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു വരുന്നത്. ഇന്ന് ഞായറാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷനുമായി മുന്നോട്ട് പോകുമ്പോൾ ഫൈനൽ കളക്ഷന് വേണ്ടി കാത്തിരിക്കാമെന്ന് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. എത്രയായിരിക്കും ഇന്നത്തെ ഈവനിങ് കളക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറയാം. തുടക്കത്തിൻ്റെ 2 ദിനത്തെ കേരള ഇന്നത്തെ എസ്റ്റിമേറ്റഡ് കളക്ഷൻ 4,30,00,000 രൂപയാണ് ഇപ്പോൾ ട്രാക്കേഴ്സ് പുറത്തു വിടുന്നത്. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് ഒന്ന് കമൻസിലൂടെ പറയാം. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായും ഇതൊരു നല്ല സിനിമ, സാധാരണക്കാരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രം. അതുതന്നെയാണ് സിനിമയ്ക്ക് ഇത്രത്തോളം തിരക്ക് വരുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽസലാം.